അസ്സലാമു അലൈക്കും. അപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നു നിൽക്കുന്നത് ആബിദ കാണുന്നത്. അതിൽ നിന്നും ജാസ്മിൻ ഇറങ്ങുന്നത് അവർ കണ്ടു. നബീസും ആബിദയും വേഗം അവളുടെ അടുത്തേക്ക് പോയി. ജമാലിൻ്റെ കഫീലിൻ്റെ സിമ്പതി പിടിച്ചു പറ്റാനായി ഉമ്മയുടെ വീഡിയോ പിടിക്കാനാണ് ജാസ്മിൻ വരുന്നത് എന്നായിരുന്നു അവർ കരുതിയത്. അതുകൊണ്ട് തന്നെ അവൾ മനസ്സിലുള്ള ദേഷ്യം ഒന്നും പുറത്തേക്ക് കാണിച്ചില്ല. മറന്നുവെച്ച പാസ്പോർട്ട് കൊണ്ടുപോകാനാണ് വന്നത് എന്ന കാര്യം ജാസ്മിൻ രണ്ടുപേരോടും പറഞ്ഞതുമില്ല. അസ്സലാമു അലൈക്കും ഉമ്മ. ഉള്ളിലെ ദേഷ്യം പുറത്തു കാണിക്കാതെ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ജാസ്മിൻ പറഞ്ഞു. നബീസും ആബിദയും സലാം മടക്കി. അകത്തേക്ക് വാ മോളെ. സ്നേഹം നിറഞ്ഞ സ്വരത്തിൽ നബീസു അവളെ അകത്തേക്ക് ക്ഷണിച്ചു. മോളെ ആബിദ, ജാസ്മിൻ ചായ ഉണ്ടാക്ക്. ആബിദ അത് കേട്ട് വലിയ സന്തോഷമൊന്നുമില്ലാത്ത പോലെ അകത്തേക്ക് പോയി. ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ട് പോയാലേ മോളെ, ജമാലിനെ അവർ പെട്ടെന്ന് വിടോ? പ്രതീക്ഷയോട് നബീസു ജാസ്മിനോട് ചോദിച്ചു. അങ്ങനെ ഉറപ്പൊന്നുമില്ല ഉമ്മ. ഇക്കയുടെ കഫീലിന് കാണിച്ചു കൊടുക്കാം. മനസ്സിലിഞ്ഞാൽ ചിലപ്പോൾ ഇക്കയുടെ മേലുള്ള കേസ് പിൻവലിക്കും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങും. നബീസു അത് കേട്ട് സന്തോഷത്തോടെ തലയാട്ടി. അപ്പോഴേക്കും പുറത്തുനിന്നും ലൈലയും സെലീനയും കയറി വന്നു. ജാസ്മിൻ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് അവരും കണ്ടിരുന്നു. എന്നാൽ ജാസ്മിൻ അവരോട് വല്ല അടുപ്പം കാണിച്ചില്ല. അവർ വേഗം മുകളിലേക്ക് പോയി. അവൾ എത്രയും പെട്ടെന്ന് പാസ്പോർട്ട് കയ്യിലാക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. മുറി അതുപോലെ തന്നെ കിടക്കുകയാണെന്ന് അവൾ കണ്ടു. അത് വല്ലാത്ത ആശ്വാസം തോന്നി. അവൾ വേഗം അലമാരി തുറന്ന് പരിശോധിച്ചു. മുകൾ തട്ടിലാണ് പാസ്പോർട്ട് വെച്ചത് എന്നായിരുന്നു അവളുടെ ഓർമ്മ. എന്നാൽ അലമാരി മൊത്തം തിരിഞ്ഞിട്ടും അവളുടെ പാസ്പോർട്ട് മാത്രം കിട്ടിയില്ല. അവൾക്ക് എന്തെന്നില്ലാത്ത പരിഭ്രമം തോന്നി. അവൾ വേഗം മുറി മുഴുവനും പരിശോധിച്ച് നോക്കി. എന്നാൽ എവിടെയും അവളുടെ പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ജാസ്മിൻ വിയർക്കാൻ തുടങ്ങി. അപ്പോഴേക്കും താലയിൽ നിന്നും നബീസുവിൻ്റെ വിളി കേട്ടു. അവർ മടുപ്പോടെ താഴേക്ക് ഇറങ്ങിച്ചെന്നു. ചായ കുടിക്കും മോളെ. മേശപ്പുറത്ത് ചായയും പലഹാരങ്ങളും നിരത്തി വെച്ചത് അവൾ കണ്ടു. അവൾക്ക് അതൊന്നും കഴിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൾ ഇരുന്നു. വെറുതെ ഒന്ന് ചായ കുടിച്ചെന്ന് വരുത്തി അവൾ എഴുന്നേൽക്കുകയും ചെയ്തു. സെലീനയും ലീലയും സംശയം നിറഞ്ഞ കണ്ണുകളോടെയാണ് ജാസ്മിനെ നോക്കിയത്. അവൾ മുകളിലേക്ക് പോയപ്പോൾ നബീസ് അവരോട് പറഞ്ഞ കാര്യമാണ് അവർക്ക് സംശയം ഉണ്ടാക്കിയത്. ഉമ്മയുടെ വീഡിയോ എടുത്ത് ജമാലിൻ്റെ കഫീലിനെ കാണിച്ചാൽ അയാൾക്ക് മനസ്സിലിവ് തോന്നി ജമാലിനെ വിടുമെന്നത് അത്ര വിശ്വാസയോഗ്യമായില്ല. എങ്കിലും അവർ ഒന്നും പറയാൻ നിന്നില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ എന്ന് അവർ കരുതി. ജാസ്മിൻ കൂടുതൽ സൗഹൃദഭാവമൊന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും വേഗം അവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. സെലീന, ജാസ്മിൻ്റെ വരവിൽ എന്തോ ഉടായ്പുള്ളത് പോലെ തോന്നുന്നു. ലൈല പറഞ്ഞത് കേട്ട് സെലീന തലയാട്ടി. എനിക്കും തോന്നി. വന്ന ഉടനെ അവൾ മുറിയിലേക്ക് പോവുകയാണ് ചെയ്തത്. തിരിച്ചു വരുമ്പോൾ മുഖത്ത് വലിയ തെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. മറന്നുപോയി എന്തോ ഒരു സാധനം എടുക്കാൻ വന്നതുപോലെ ഉണ്ട് അവളെ പെരുമാറ്റം കണ്ടാൽ. അതെന്തെങ്കിലും ആവട്ടെ, അവൾ നമ്മളോട് വല്ല മെയിൻ്റൊന്നുമില്ല. അതുകൊണ്ട് അവളെ പെരുമാറ്റം കണ്ടാൽ തന്നെ അറിയാം. അവളെ പാടായി. നമ്മളെന്തിനാണ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത്? ലൈലയും സെലീനയും സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് പോയത് കണ്ടപ്പോൾ നബീസു ജാസ്മിനെ നോക്കി. അവൾ രണ്ടുപേരും പോയത് നന്നായിടി. നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുത്താലോ? ജാസ്മിൻ ഒന്ന് മൂളി. പാസ്പോർട്ട് വേഗം കിട്ടുമെന്നതായിരുന്നു അവരുടെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് പുറത്തേക്ക് പോകാമെന്ന് അവൾ കരുതിയിരുന്നു. പാസ്പോർട്ട് കയ്യിൽ കിട്ടുന്നത് വരെ ഇനി ഇതെല്ലാം സഹിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നവൾക്ക് ഉറപ്പായി. എന്തൊക്കെയാണ് മോളെ ഞാൻ പറയേണ്ടത്? നബീസു വീണ്ടും ചോദിച്ചു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയണ്ട. മനസ്സിൽ വരുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ മതി. കഴിയുന്നത് കേൾക്കുന്നവർക്ക് ദയനീയമായി തോന്നണം. ആബിദ ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തു. ശരിയല്ലേ എന്ന് ആബിദ ചോദിച്ചപ്പോൾ അതേ എന്നർത്ഥത്തിൽ ജാസ്മിൻ തല കുലുക്കുകയും ചെയ്തു. അവർ വീഡിയോ എടുക്കാൻ ആരംഭിച്ചു. 3-4 തവണ എടുത്തതിന് ശേഷം മാത്രമാണ് അത്യാവശ്യം നല്ലത് എന്ന് തോന്നാവുന്ന ഒരു വീഡിയോ അവർക്ക് കിട്ടിയത്. അത് ജാസ്മിൻ പ്ലേ ചെയ്ത് നോക്കി. ഭാഷ അറിയില്ലെങ്കിലും ജമാലിൻ്റെ കഫീലിന് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലേക്ക് തോന്നിയേക്കാമെന്ന് അവൾക്ക് തോന്നി. പക്ഷെ താൻ അത് ആരെയും കാണിക്കാൻ പോകുന്നില്ലല്ലോ എന്നോർത്തതും അവളുടെ ചുണ്ടിലൊരു ചിരി പൊട്ടി. എന്താ മോളെ, ശരിയായിട്ടുണ്ടോ? നബീസ് ചോദിച്ചത് കേട്ട് അവൾ തല കുലുക്കി. അല്ല മോളെ, എന്നത്തേക്കാണ് ടിക്കറ്റ് എടുത്തത്? ആബിദ ചോദിച്ചപ്പോഴാണ് ടിക്കറ്റ് എടുത്തിട്ടില്ലല്ലോ എന്ന് അവൾ ഓർക്കുന്നത്. മറ്റന്നാൾ പോകണമെന്ന് ഖാലിദ് പറഞ്ഞു. എന്നാൽ പിന്നീട് അയാൾ മറ്റൊന്നും പറഞ്ഞില്ല. പാസ്പോർട്ട് വേഗം എടുത്തു കൊണ്ടുവരണം താൻ തന്നെയാണ് തീരുമാനിച്ചത്.
ടിക്കറ്റ് എടുത്തിട്ടില്ല. ടിക്കറ്റ് എടുക്കുന്ന കാര്യം ഓർത്തപ്പോഴാണ് പാസ്പോർട്ട് ഇവിടെയാണല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത്. ഏതായാലും വന്ന സ്ഥിതിക്ക് പാസ്പോർട്ട് എടുക്കുകയും ചെയ്യാം. നബീസും ആബിദയും അറിയാതെ മുഖത്തോട് മുഖം നോക്കി. പാസ്പോർട്ട് നിൻ്റെ കയ്യിൽ തന്നെയല്ലേ? നബീസ് ചോദിച്ചു. അത് ഇവിടെ അലമാരയിൽ വെച്ച് പോയതാണ്. അവിടെ ഉണ്ടാകും. ഞാൻ മറന്നു. നബീസ് പതിയെ തലയാട്ടി. അപ്പോഴേക്കും 2-3 പേര് വീട്ടിലേക്ക് വന്നു. എല്ലാം ജമാലിൻ്റെ വിവരം അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് ഉമ്മയും ആബിദയും അവരുടെ അടുത്തേക്ക് സംസാരിക്കാനായി പോയപ്പോൾ ജാസ്മിൻ വീണ്ടും മുകളിലേക്ക് തന്നെ കയറി. ഇത്തവണ അവൾ ഒന്നുകൂടി മുറി മുഴുവൻ പരിശോധിച്ചു. എന്നാൽ പാസ്പോർട്ട് അവിടെ ഇല്ല എന്ന് അവൾ കണ്ടു. അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗുകൾ ഒന്നുകൂടി പരിശോധിച്ചു. ഇനി തൻ്റെ പാസ്പോർട്ട് എങ്ങാനും ജമാലിൻ്റെ ബാഗിൽ പെട്ടോ എന്നായിരുന്നു അവളുടെ ചിന്ത. അതോർത്തതും ഒരു വിറയൽ അവളുടെ ദേഹത്ത് കൂടെ പാഞ്ഞു കയറി. ഇനി അതെങ്ങാനും ജമാലിൻ്റെ കയ്യിൽ ആണെങ്കിൽ ഉടനെയൊന്നും അത് തിരിച്ചു കിട്ടുന്ന ലക്ഷണം കാണുന്നില്ല. ജാസ്മിൻ അറിയാതെ വിയർത്തു തുടങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ആ കട്ടിലിരുന്നു. കുറേ തവണ അവൾ ആലോചിച്ച് നോക്കി. പലപ്പോഴും അവളുടെ ഓർമ്മകൾ മുറിഞ്ഞുപോയി. അലമാരിയിലാണോ അത് അയാളുടെ ബാഗിലാണോ വെച്ചതെന്ന് അവൾക്ക് ശരിക്കും ഓർമ്മ വന്നില്ല. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായി ജമാൽ കൊണ്ടുപോയത് അവൾക്ക് ഓർമ്മയുണ്ട്. അത് പിന്നെ തൻ്റെ കയ്യിൽ തന്നതാണ് ഓർമ്മ. പിന്നെയും താനിത് ജമാലിൻ്റെ ബാഗിലാണോ അലമാരയിൽ ആണോ വെച്ചതെന്ന് കൺഫ്യൂഷൻ. അവൾ ഖാലിദിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. 2 തവണ വിളിച്ചിട്ടും അയാൾ കോൾ അറ്റൻഡ് ചെയ്തില്ല. അവൾ വാട്സപ്പിൽ തിരിച്ചു വിളിക്കുക എന്ന മെസ്സേജ് ഇട്ടതിന് ശേഷം വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു. പാസ്പോർട്ട് കിട്ടിയെങ്കിൽ എങ്ങനെ പോകും എന്നതായിരുന്നു അവൾ ചിന്തിച്ചത്. ഒരു പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടിന് അപേക്ഷിച്ചാൽ തന്നെ പെട്ടെന്നത് കിട്ടണമെന്നില്ല. ഇനി കിട്ടിയാലും തൻ്റെ വിസയുടെ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുമെന്ന് ആയിരുന്നു അവളുടെ അടുത്ത ചിന്ത. ഇതേ സമയം വന്നവർ നബീസയോട് സംസാരിക്കുകയായിരുന്നു. ജമാലിൻ്റെ ഓള് പെറ്റുകിടക്കുകയാണല്ലേ? പ്രായം ചെന്ന സ്ത്രീയോട് ചോദ്യം കേട്ടപ്പോൾ നബീസു അറിയാതെ ആബിദയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. അപ്പോൾ നിങ്ങൾ കാര്യമൊന്നും അറിഞ്ഞില്ലേ? രണ്ടാമത്തെ സ്ത്രീ ആദ്യത്തെ സ്ത്രീയോട് പറയുന്നത് നബീസ് കേട്ടു. എന്താ? ജമാൽ ഓളെ മൊഴി ചൊല്ലി. ഓള് പ്രസവിച്ച കുട്ടി മരിച്ചുപോയി. അപ്പോൾ ഇതൊന്നും താത്ത അറിഞ്ഞില്ലേ? തൻ്റെ തൊലി ഇരിഞ്ഞു പോകുന്നത് പോലെയാണ് നബീസുവിന് തോന്നിയത്. നാട്ടിലെ ആളുകളൊക്കെ ഇപ്പോൾ ഇത് തന്നെയാണ് സംസാരിക്കുന്നത്. ആചാര്യയുടെ നബീസോ? പ്രായം ചെന്ന സ്ത്രീ വീണ്ടും ചോദിച്ചു. ഇക്ക ചികിത്സക്കായി വയനാട്ടിലേക്ക് പോയതാണ്. ഇനി 6 മാസം കഴിഞ്ഞു വരൂ. ഇവിടെ ഒരു കിടപ്പായിരുന്നല്ലേ? അത് ഒരു ആയുർവേദ ചികിത്സയാണ്. കൂടെ ആർക്കും നിൽക്കാൻ പറ്റില്ല. എങ്ങനെയോ നബീസ് പറഞ്ഞു. അപ്പോഴേക്കും ആബിദ ചായയുമായി വന്നു. അവർ ചായ കുടിക്കാൻ തുടങ്ങി. പിന്നെയും 1/2 മണിക്കൂറോളം കഴിഞ്ഞാണ് അവർ സംസാരിച്ചത്. എൻ്റെ പൊന്നാരമ്മ, ആ തള്ളാൻ്റെ ചൊറീൻ്റെ വർത്താനം കേട്ടിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അതാണ് എനിക്ക് അത്ഭുതം. എങ്ങനെ പറയാനാണ് മോളെ? എല്ലാം അറിഞ്ഞിട്ടുള്ള ചോദ്യമാണ്. ഞാനിനി ഓളോട് എന്തെങ്കിലും പറഞ്ഞാൽ ഓള് അതെല്ലാം എല്ലാ പെരയിലും പോയി കൊട്ടിക്കൊടുക്കും. അല്ലെങ്കിലേ എനിക്ക് ചീത്തപ്പേരാ. ചീത്തപ്പേര് ഉണ്ടെങ്കിൽ അത് ഉമ്മ ഉണ്ടാക്കി വെച്ച് തന്നെയാണ്. നീ ഒന്ന് മിണ്ടാതിരിക്കേ. ഞാൻ വേണമെങ്കിൽ മിണ്ടാതിരിക്കാം. പക്ഷെ നാട്ടുകാരെല്ലാവരും അത് കേൾക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ കേട്ടത് നാട്ടുകാർക്കൊക്കെ ജമാൽ ജയിലിലായതുകൊണ്ട് വലിയ സന്തോഷമാണെന്നാണ്. അസൂയെ കൊണ്ടാണ് മോളെ. അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ ഓടി ഇങ്ങോട്ട് വരുമല്ലോ. അപ്പം ഞാൻ മറുപടി കൊടുത്തോളാം. ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് നബീസ് പറഞ്ഞു. ഇതേ സമയം അസ്വസ്ഥമായ മനസ്സോടെ ജാസ്മിൻ മുകളിലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ബെഡിൻ്റെ താഴെ വരെ അവൾ പരിശോധിച്ച് നോക്കി. എന്നാൽ അവൾക്ക് ആവശ്യമുള്ളത് മാത്രം എവിടെയും ഉണ്ടായിരുന്നില്ല. അവൾ വീണ്ടും 4-5 തവണ കൂടി ഖാലിദിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. എന്നാൽ അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതേയില്ല. 10 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും തിരിച്ചു വിളിച്ചു. പറ ജാസ്മിൻ, എന്തായിരുന്നു ആവശ്യം? അയാൾ വളരെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഞാൻ കുറേ തവണ വിളിച്ചല്ലോ. നിങ്ങളെന്താ ഫോൺ എടുക്കാത്തേ? ഞാൻ ബാംഗ്ലൂരിലല്ലേ? നീ മറന്നു പോയോ? അപ്പോഴാണ് അയാൾ ബാംഗ്ലൂരിലേക്ക് പോയ കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. എൻ്റെ പാസ്പോർട്ട് എവിടെയും കാണുന്നില്ല. അവൾ പറഞ്ഞത് കേട്ട് അയാൾക്ക് വല്ലാത്തൊരു സമാധാനം തോന്നി. എങ്ങനെ അവളെ ഒഴിവാക്കി സൗദിയിലേക്ക് പോകും എന്നതായിരുന്നു അയാളുടെ ആലോചന. പാസ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ആ പേരും പറഞ്ഞ് അവളെ കൂട്ടാതെ പോകാമല്ലേ എന്നും അയാൾ ചിന്തിച്ചു. അവിടെ ഉണ്ടാവും ജാസ്മിനെ. ആ റൂമിൽ മൊത്തൊന്ന് പരിശോധിച്ച് നോക്കേ. ഇവിടെ ഒന്നുമില്ല. ഞാൻ മുഴുവൻ തപ്പി നോക്കി. അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമാണ്. ഞാൻ എന്തായാലും മറ്റന്നാളേക്ക് ബാംഗ്ലൂരിൽ നിന്നും എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യുക, എന്തായാലും അവിടെ തന്നെ നിന്നോ. പാസ്പോർട്ട് കിട്ടിയാൽ ഉടനെ നിനക്കുള്ള ടിക്കറ്റ് ഞാൻ അയച്ചു തരാം. പിന്നെ വിളിക്കാം, എനിക്കല്പം തിരക്കുണ്ട്. അതും പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു. അവൾക്ക് എന്തൊക്കെയോ വല്ലാതൊരു പന്തികേട് തോന്നി. ഖാലിദ് ബാംഗ്ലൂരിൽ നിന്നും സൗദിയിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഫ്ലാറ്റിലേക്ക് ഇനി പോകാൻ കഴിയില്ല.
തൻ്റെ പാസ്പോർട്ട് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ താൻ ഈ വീട്ടിൽ ലോക്കായി പോകുമല്ലോ എന്നായിരുന്നു അവളുടെ ചിന്ത. കുടുങ്ങിയെന്നത് അവൾക്ക് ഉറപ്പായി. എത്ര ആലോചിച്ചിട്ടും ഒരു വഴിയും അവളുടെ മുൻപിൽ തെളിഞ്ഞു വന്നില്ല. ഒന്നുകിൽ ഇവിടെ താമസിക്കുക, അല്ലെങ്കിൽ പെരുവഴിയിലേക്ക് ഇറങ്ങുക. ഇതല്ലാതെ മറ്റൊരു മാർഗവും തൻ്റെ മുൻപിലില്ല എന്നവൾക്ക് ഉറപ്പായി. ജാസ്മിൻ വാശിയോടെ ഒരിക്കൽ കൂടി ഖാലിദിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഇത്തവണയും അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്യാതിരുന്നാൽ അത് പ്രശ്നമാകുമെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ദിവസങ്ങൾ കൊണ്ട് തന്നെ അവളുടെ ഏകദേശ സ്വഭാവം അയാൾക്ക് മനസ്സിലായി തുടങ്ങി. അവൾക്ക് കൂടി കൺവീനിയൻസ് ആയ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അവൾ വിടാതെ വിളിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. പറയൂ ജാസ്മിൻ. ഉള്ളിലെ ദേഷ്യം പുറത്ത് കാണിക്കാതെ അയാൾ പറഞ്ഞു. ഞാനെന്ത് പറയാനാണ്? ഇവിടെ താമസിക്കേണ്ടി വരുമോ? അതെന്തിനാണ്? അയാൾ പെട്ടെന്ന് ചോദിച്ചു. നീ നിൻ്റെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് താ. എൻ്റെ കൂടെ നിനക്കും ടിക്കറ്റ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ഫ്ലൈറ്റ് പിടിക്കാനേ നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാമല്ലോ. അവൾക്ക് ആശ്വാസം തോന്നി. പക്ഷെ പാസ്പോർട്ട് കിട്ടാതെ പോക്ക് നടക്കില്ല എന്ന് അവൾക്കറിയായിരുന്നു. അതിന് പാസ്പോർട്ട് കിട്ടണ്ടേ? അത് നിർബന്ധമല്ലേ? പാസ്പോർട്ടില്ലാതെ എങ്ങനെ പോകും? ഞാൻ നോക്കുന്നുണ്ട്. കിട്ടിയാൽ ഉടനെ പറയാം. അങ്ങനെയാണെങ്കിൽ എനിക്കും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് തരണം. അതൊക്കെ ഞാൻ എത്തും. ഇനി എത്രയും പെട്ടെന്ന് തപ്പിയെടുക്കാൻ നോക്കേ. അവൾ ഒന്ന് മൂളി. എന്നാലും ഫ്ലാറ്റിൻ്റെ ചാവി എന്നെ ഏൽപ്പിച്ച് പോകായിരുന്നു. ഇനി അഥവാ എൻ്റെ പാസ്പോർട്ട് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടൊക്കെ എടുത്ത് വിസയ്ക്ക് സ്റ്റാമ്പ് ചെയ്ത് വരുമ്പോഴേക്കും കുറേ ദിവസമാവും. അതുവരെ ഞാൻ ഈ പട്ടിക്കാട്ടിൽ നിൽക്കണോ? ഖാലിദ് അറിയാതെ മനസ്സിൽ ചിരിച്ചുപോയി. എങ്കിലും അയാൾ സംസാരത്തിൽ അത് പ്രകടിപ്പിച്ചില്ല. അവൾക്ക് തൻ്റെ ഫ്ലാറ്റിലൊരു നോട്ടമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു. താൻ കരുതിയ പോലെയല്ല അവളുമായി അടുക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. ജമാൽ നാട്ടിലുള്ളപ്പോൾ തന്നെ അവൾ തന്നെ വശീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തൻ്റെ പണമാണ് അവളുടെ ലക്ഷ്യമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. താൻ ബാത്റൂമിൽ പോകുന്ന സമയത്തും മറ്റും അവൾ തൻ്റെ ലാപ്ടോപ്പ് തുറന്ന് പരിശോധിച്ചിട്ടുണ്ട്. അതൊക്കെ തനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന കാര്യം അവൾക്കറിയില്ല. ഇനിയും അവളായിട്ടുള്ള ബന്ധം തുടരുന്നത് തന്നെ ബാധിക്കും. ജാസ്മിൻ ഒരു ഭൂലോക ഫ്രോഡാണെന്ന് അയാൾക്ക് ഉറപ്പായി കഴിഞ്ഞിരുന്നു. ഒരു പ്രവാസിയുടെ ഏറ്റവും മൂല്യമുള്ള വസ്തു എന്ന് പറയുന്നത് അവൻ്റെ പാസ്പോർട്ടാണ്. അതുകൂടി നിനക്ക് ശരിക്കും സൂക്ഷിക്കാൻ വയ്യില്ല. പിന്നെ എൻ്റെ ഫ്ലാറ്റിൻ്റെ ചാവി എങ്ങനെ നിന്നെ ഏൽപ്പിക്കും? ആ ഫ്ലാറ്റിൽ ലോക്കറും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? ഖാലിദ് ചോദിച്ചപ്പോൾ ജാസ്മിൻ്റെ ഉത്തരം മുട്ടിപ്പോയി. അങ്ങനെയൊരു ചോദ്യം അവൻ ചോദിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. നീ എന്തായാലും പാസ്പോർട്ട് കിട്ടുമോ നോക്കി. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. പാസ്പോർട്ട് കിട്ടിയാലുടൻ എനിക്ക് സൗദിയിലേക്ക് വരാനുള്ള ടിക്കറ്റ് ഞാൻ എടുപ്പിക്കാം. ഇനി നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ വേറെ ആയിട്ടെങ്കിലും പറഞ്ഞ സമയത്ത് നിന്നെ ഞാൻ അവിടെ എത്തിക്കും. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അയാൾ ഫോൺ കട്ട് ചെയ്തു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെ ജാസ്മിൻ അങ്ങനെ നിന്നു. ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നത് വരെ തനിക്ക് താമസിക്കാൻ മറ്റൊരു ഇടമില്ല എന്നത് അവൾ ഓർത്തു. അക്കൗണ്ടിൽ ആവശ്യത്തിന് പണമുണ്ട് എന്നത് മാത്രമാണ് ഒരു സമാധാനം. പക്ഷേ ഒരു വാടക വീട് എടുത്ത് മാറണമെങ്കിൽ അതിന് നല്ലൊരു തുക കൊടുക്കേണ്ടി വരും. ഫ്ലാറ്റ് എടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ. അതിലും ഭേദം ഇവിടെ തന്നെ നിൽക്കുന്നതാണ്. അതാകുമ്പോൾ വാടക കൊടുക്കണ്ടല്ലോ. താൻ വന്നതുകൊണ്ട് ആവിനെ പെട്ടെന്ന് പോകും ചെയ്യും. അതൊന്നും പക്ഷേ ഇപ്പോൾ പറയണ്ട. എങ്ങനെയെങ്കിലും തൻ്റെ പാസ്പോർട്ട് തപ്പിയെടുക്കണം. അപ്പോഴാണ് താഴെ നിന്നും ആരെ വിളിക്കുന്നത് അവൾ കേട്ടത്. നാശം! അവൾ മനസ്സിലോർത്ത് താഴേക്ക് ചെന്നു. ആബിലയുടെ മക്കളായിരുന്നു അത്. എന്താ? വലിയ താല്പര്യമൊന്നുമില്ലാത്തതുപോലെ ജാസ്മിൻ ചോദിച്ചു. ഗൾഫ് മിഠായി എടുത്തു തരും അമ്മായി. മിഠായി എവിടെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഉമ്മാനോട് അല്ലെങ്കിൽ ഉമ്മമ്മയോട് ചോദിച്ചു നോക്ക്. അതിന് രണ്ടാളും ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? കൗതുകത്തോടെ അവൾ ചോദിച്ചു. അങ്ങാടിയിലെ സ്ഥലം നോക്കാൻ പോയതാണ്. ജാസ്മിന് കാര്യം മനസ്സിലായി. ഉമ്മമ്മയുടെ റൂമിലാണ് മിഠായി. ഒന്ന് എടുത്തു തരുമോ? മനസ്സോടെ ജാസ്മിൻ തലയാട്ടി. അവൾ ഉമ്മയുടെ മുറി തുറന്നു. മക്കൾ കാണിച്ചു കൊടുത്ത അലമാരി തുറന്നപ്പോൾ അതിലൊരു കവർ നിറയെ മിഠായി വെച്ചിരിക്കുന്നത് കണ്ടു. അതിൽ നിന്നും ഓരോന്ന് വീതം അവർക്ക് 2 പേർക്കും കൊടുത്തു. മിഠായി കിട്ടിയതും അവർ പുറത്തേക്ക് ഓടി. അലമാരിയുടെ വാതിലടക്കാൻ നോക്കിയപ്പോഴാണ് ഉമ്മ എപ്പോഴും അരിയിൽ കൊണ്ട് നടക്കുന്ന ചാവി അലമാരിയോട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അവൾ കണ്ടത്. അവൾ കൗതുകത്തോടെ ആ ചാവി കയ്യിലെടുത്ത് നോക്കി. ഉമ്മയുടെ 2ാമത്തെ അലമാരിയുടെ ചാവിയാണ്. അതുമ്മ എവിടെയും വെക്കാറില്ല. അവൾ കൗതുകത്തോടെ ആ ചാവി എടുത്ത് തിരിച്ചും മറിച്ച് നോക്കി. ഉമ്മാൻ്റെ ഖജനാവൊന്ന് തുറന്നു നോക്കിയാലോ എന്ന് അവൾ ആലോചിച്ചു. ഉമ്മയെങ്ങാനും കണ്ടുവന്നാൽ ആകെ പ്രശ്നമാവും. അവൾ വേഗം ഫോൺ എടുത്ത് ആബിദയുടെ നമ്പർ ഡയൽ ചെയ്തു. കോൾ കണക്റ്റായി. ഉമ്മയും നിങ്ങൾ എവിടെ പോയി? ഒന്നും അറിയാത്തതുപോലെ അവൾ ചോദിച്ചു. എന്താ?
ആബിദയുടെ വക ഒരു മറു ചോദ്യമായിരുന്നു. അല്ല, ഇവിടെ ഏതോ പള്ളിയുടെ പിരിവുകാർ വന്നിട്ടുണ്ട്, ഉമ്മയെ ചോദിക്കുന്നു. ഞങ്ങൾ അത്യാവശ്യമായി എവിടെയെങ്കിലും പോയതാണെന്ന് പറഞ്ഞേക്ക്. സത്യത്തിൽ ഞങ്ങൾ ഇവിടെ അങ്ങാടിയിലെ സ്ഥലത്തിൻ്റെ അവിടെ വന്നതാ. ഒരു പാർട്ടി വാടകയ്ക്കെടുക്കാൻ വരുന്നുണ്ട്. 1 മണിക്കൂറെങ്കിലും കഴിയാതെ ഞങ്ങൾ അങ്ങോട്ട് വരില്ല. ശരിയെന്നും പറഞ്ഞ് ജാസ്മിൻ കോൾ കട്ട് ചെയ്തു. 1 മണിക്കൂറെങ്കിലും കഴിയാതെ അവർ വരില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ആബിദയുടെ മക്കൾ 2 പേരും അപ്പുറത്ത് കളിക്കാനായി പോയിരിക്കുകയാണ്. അവൾ പതിയെ വാതിൽ ചേർത്ത് അടച്ച് കുറ്റിയിട്ടു. പിന്നെ അടുക്കള വാതിലിൻ്റെ ഗ്രിൽ പൂട്ടി. പിന്നെ വീണ്ടും ഉമ്മയുടെ മുറിയിലേക്ക് നടന്നു. ഇനി തനിക്ക് സ്വസ്ഥമായി പരിശോധിക്കാമെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വേഗം അലമാരി തുറന്നു. ആദ്യത്തെ തട്ടിൽ തന്നെ പച്ച തുണി കൊണ്ട് പൊതിഞ്ഞ ഒരു മരിപ്പെട്ടി ഉണ്ടായിരുന്നു. അവൾ ആ തുണി മാറ്റി നോക്കി. പെട്ടിക്ക് പൂട്ടുണ്ട് എന്ന് അവൾ കണ്ടു. ഇത് ഏതോ ഉസ്താദിൻ്റെ പണിയാണെന്ന് തോന്നിയതും അവൾ വേഗം അത് പഴയതുപോലെ തന്നെ വെച്ചു. തുറന്നു നോക്കിയത് ഉമ്മാക്ക് സംശയം ഉണ്ടാവാതിരിക്കാൻ ആദ്യം തന്നെ അവൾ എല്ലാം എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നോക്കി വെച്ചിരുന്നു. പിന്നെ ഓരോ തട്ടുകളായി അവൾ പതിയെ എടുത്തു നോക്കി. അവസാനമാണ് ലോക്കർ തുറന്നു നോക്കിയത്. 500ൻ്റെ കെട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നതാണ് അവൾ ആദ്യം തന്നെ കണ്ടത്. അതൊരു തുണി കൊണ്ട് മൂടിയിരുന്നു. കെട്ടുകൾ എടുക്കാതെ അവൾ എണ്ണ നോക്കി. 500ൻ്റെ 8 കെട്ടുകളുണ്ടായിരുന്നു. കെട്ട് പൊട്ടിച്ചത് വേറെയും. എല്ലാം കൂടി 4 ലക്ഷം രൂപയെങ്കിലും കാണുമെന്ന് അവൾക്ക് തോന്നി. അതിൻ്റെ അടുത്ത് തന്നെ ജ്വല്ലറി ബോക്സുകളും കണ്ടു. ഓരോന്നും ശ്രദ്ധയോടെ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ എല്ലാം കൂടി ഒരു 50 പവനെങ്കിലും കാണുമെന്ന് അവൾക്ക് തോന്നി. ഇന്നത്തെ വില വെച്ച് 1/2 കോടിയിലധികം രൂപയുടെ സ്വർണം ഉമ്മയുടെ അലമാരയിൽ തന്നെയുണ്ട്. പിന്നെ ഉമ്മ സ്ഥിരമായിട്ട് ധരിക്കുന്നത് വേറെയും. അവൾ എടുത്തതെല്ലാം അതുപോലെ തന്നെ തിരിച്ചു വെച്ചു. പിന്നെ എല്ലാം അതുപോലെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പതിയെ അലമാരി അടച്ചു. ചാവി പഴയതുപോലെ കിട്ടിയ സ്ഥലത്ത് തന്നെ വെച്ചു. പിന്നെ റൂം അടച്ചു. ഉമ്മാക്ക് സംശയമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവൾ മുൻവശത്തെ വാതിൽ തുറന്നു സിറ്റൗട്ടിൽ പോയിരുന്നു. ഉമ്മാൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണവും സ്വർണവും ഉണ്ട് എന്ന അറിവ് അവളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. വെറുതെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ കണ്ടതാണിപ്പോൾ ഇത്. ഇനി ഞാൻ കാണാതെ ഉമ്മ വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഇതെല്ലാം എടുത്ത് സ്ഥലം വിട്ടാലോ എന്നതായിരുന്നു അവളുടെ ചിന്ത. പാസ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ പോകുമ്പോൾ കുറച്ച് സ്വർണം എടുത്ത് പോവായിരുന്നു. ഉമ്മ ചിലപ്പോൾ എല്ലാ ദിവസവും അത് നോക്കൂല. എങ്കിലും തൻ്റെ പാസ്പോർട്ട് എവിടെ പോയി അവൾ ആലോചിച്ചു. എന്നാൽ പെട്ടെന്ന് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നും അവളുടെ നമ്പറിലേക്കൊരു കോൾ വന്നു. ഒരു ഇൻ്റർനെറ്റ് നമ്പറായിരുന്നു അത്. അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഇത് ഞാനാണ് ജമാൽ. ഫോണിലൂടെ ജമാലിൻ്റെ സ്വരം അവൾ കേട്ടു. ഞാനിവിടെ കുടുങ്ങി ജാസ്മിനെ. കഫീൽ എന്നെ കുടുക്കിയതാണ്. എങ്ങനെയെങ്കിലും കുറച്ച് പണം സംഘടിപ്പിച്ച് അയാളുടെ കയ്യിൽ കൊടുക്കണം. കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്കിവിടെ നിന്നും ഇറങ്ങണം. അയാൾ പറഞ്ഞത് കേട്ട് അവൾ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ്. നിൻ്റെ പാസ്പോർട്ട് എൻ്റെ ബാഗിലാണുള്ളത്. അതെങ്ങനെയോ എൻ്റെ ബാഗിൽ പെട്ടു. അതെങ്ങനെ എൻ്റെ ബാഗിൽ വന്നെന്ന് എനിക്കറിയില്ല. ബാഗ് ഇപ്പോൾ എൻ്റെ റൂമിലുണ്ട്. ഇനിയിപ്പോൾ നിനക്ക് വേണമെങ്കിൽ ഇക്കന്മാരോട് പറഞ്ഞാൽ അത് അവരെ അടുത്ത് ആരെങ്കിലും കയ്യിൽ നാട്ടിലേക്ക് കൊടുത്തേക്കാൻ പറയും. എനിക്ക് ഇവിടെ ഫോൺ ഉപയോഗിക്കാനൊന്നും അനുവാദമില്ല. ഇതിപ്പോൾ പരിചയമുള്ള ഒരാൾ 2 മിനിറ്റ് സംസാരിക്കാൻ തന്നതാണ്. അപ്പോഴേക്കും എന്തോ ഒരു ബഹളം കേട്ട് ഫോൺ കട്ടായി. ജാസ്മിന് സമാധാനമായത് അപ്പോഴാണ്. പാസ്പോർട്ട് സുരക്ഷിതമായി ജമാലിൻ്റെ മുറിയിൽ ഇരിപ്പുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് അത് നാട്ടിലേക്ക് എത്തിച്ചാൽ മതിയാവും. അവൾക്ക് എന്തെന്നില്ലാത്ത സമാധാനം തോന്നി. ജമാലിൻ്റെ ഇക്കമാരുടെ നമ്പറുകൾ തൻ്റെ കയ്യിലില്ലല്ലോ എന്ന് അപ്പോഴാണ് അവൾ ഓർക്കുന്നത്. ഇത്തമാരുടെ കയ്യിൽ നിന്നും നമ്പർ വാങ്ങാമെന്ന് കരുതി അവൾ വേഗം ലൈലയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.